മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ സമ്പൂർണ്ണ ബജറ്റിനുള്ള ഒരുക്കത്തിലാണ് കേന്ദ്ര ധനവകുപ്പ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെയാണ് ഇത്തവണയും ബജറ്റ് അവതരിപ്പിക്കുക. ഇതോടെ തുടർച്ചയായി 8 തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന നേട്ടം നിർമ്മല സീതാരാം സ്വന്തമാക്കും. ഇതിനു മുമ്പ് ആരും ഈ നേട്ടം കൈവരിച്ചിട്ടില്ല. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയുടെ പേരിലായിരുന്നു ഇതിനു മുമ്പുള്ള റെക്കോർഡ്. അതേസമയം ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി എന്ന നേട്ടം മൊറാർജി ദേശായിയുടെ പേരിൽ തന്നെയാണ്. ആകെ 10 ബജറ്റുകളാണ് തന്റെ കാലയളവിൽ മൊറാർജി ദേശായി അവതരിപ്പിച്ചത്. ഇതിൽ 8 വാർഷിക ബജറ്റുകളും 2 ഇടക്കാല ബജറ്റുകളുമായിരുന്നു. പരമ്പരാഗതമായി ധനമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നതെങ്കിലും പ്രധാനമന്ത്രിക്ക് അത് അവതരിപ്പിക്കേണ്ടി വന്ന സാഹചര്യങ്ങളും ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. 1958 ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച പ്രധാനമന്ത്രി. മുന്ദ്ര അഴിമതിയുടെ വിശദാംശങ്ങൾ പരസ്യമായതിനെ തുടർന്ന് അതേ വർഷം ഫെബ്രുവരി 12 അന്നത്തെ ധനമന്ത്രി ടി കൃഷ്ണരാമാചാരി രാജിവെക്കാൻ നിർബന്ധിതനായി. ഇതോടെ നെഹ്റുവിന് ധനകാര്യ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് നെഹ്റു ബജറ്റ് അവതരിപ്പിക്കുന്നത്. 1969 മൊറാർജി ദേശായി രാജിവെച്ചപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ബജറ്റ് അവതരിപ്പിച്ചു. 1987 ജനുവരി മുതൽ ജൂലൈ വരെ രാജീവ് ഗാന്ധി ധനകാര്യ മന്ത്രാലയത്തിന്റെ ചുമതല നിർവഹിച്ചിട്ടുണ്ട്. അന്നത്തെ ധനമന്ത്രി വി സിംഗിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയ ശേഷമായിരുന്നു ഇത്. അതേസമയം ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിന്റെ തീയതി ഇതുവരെ സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഫെബ്രുവരി 1 ശനിയാഴ്ച രാവിലെ 11 മണിക്കായിരിക്കും കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നാണ് റിപ്പോർട്ട്. ഒന്നാം മോദി സർക്കാരിന്റെ ഇടക്കാലത്ത് നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രിയായിരുന്നു. 2019 ധനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ഇതുവരെ ധനവകുപ്പിന്റെ ചുമതല നിർമ്മല സീതാരാമനാണ് നിർവഹിക്കുന്നത്. 2019 ജൂലൈ 5 നിർമ്മല ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്.